പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അഭിഷേകാഗ്നിയുടെ സമയമാകുമ്പോൾ തന്നെ നേരത്തെ തന്നെ ഓർമ്മിപ്പിച്ച്, അങ്ങനെ ചില കുട്ടികൾ നല്ല ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത് കാണാൻ കുട്ടികളെ പ്രത്യേകം ഞാൻ ഈശോയിൽ അഭിനന്ദിക്കുകയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അഭിഷേകാഗ്നി ശുശ്രൂഷ 8:30 മുമ്പ് 8 മണിയാകുമ്പോൾ സമയമായി എന്നൊക്കെ പറഞ്ഞ് ബാക്കി എല്ലാവരും വിളിച്ചറിയിക്കുന്നവരും പ്രത്യേകം ഞാൻ ഈശോയിൽ അഭിനന്ദിക്കുകയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ഒരുപാട് പേരുടെ കഠിനാധ്വാനം വഴി പരിശ്രമം വഴി മുന്നോട്ട് പോകുന്നൊരു ശുശ്രൂഷയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവകർ വട്ടാരച്ചൻ്റെ കൂട്ടായ്മയിൽ നമുക്ക് ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കാം. നിങ്ങൾ ഒന്നുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും കുറച്ച് സമയം പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം ചെലവഴിക്കണം. അത് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി അതിനെ മാറ്റണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജ്ഞാനസ്നാനത്തിൽ, സ്ഥൈര്യലേപനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വഴി, വചനം വഴിയൊക്കെ ആത്മാവിൽ നമ്മളിങ്ങനെ നിറയണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നിറഞ്ഞാൽ ഒരുപാട് ജീവിതങ്ങളിൽ വ്യത്യാസങ്ങൾ സംഭവിക്കും. ആത്മാവാണ് നമ്മളെ നയിക്കുന്നത്, ആത്മാവാണ് പരിപാലിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ശക്തിയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് എപ്പോഴും സംസാരിക്കാൻ പറ്റിയ, നമ്മളെ നയിക്കാൻ പറ്റിയ, നമുക്ക് വഴിയെല്ലാം പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുകയാണ്. ആരാധന ഈശോയെ. പരിശുദ്ധാത്മാവേ, വലിയ സ്നേഹത്തോടെ, ഉള്ളിൽ നിന്ന് വലിയ സ്നേഹം തോന്നണം. ആത്മാവ് ഒരു ശക്തി മാത്രമല്ല, ഒരു വ്യക്തിയും കൂടെയാണ്, ഒരു പേഴ്സണാണ്, ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് സംസാരിക്കാം, നമുക്ക് ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. അങ്ങനെ വലിയൊരു ബന്ധം നമ്മുടെ ഹൃദയത്തിൽ വരണം. പരിശുദ്ധാത്മാവിനെ വളരെ സ്നേഹിക്കുകയാണ്. ആരാധന ഈശോയെ, ആരാധന കർത്താവേ, ആരാധന ഈശോയെ, ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കണ്ണുകൾ അടച്ച്, ഹൃദയം തുറന്ന് ആരാധിച്ച് സ്നേഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹൃദയത്തിന് വലിയ ദാഹത്തോടെ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എബ്രായ ലേഖനത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, യേശുവിൻ്റെ രക്തം നമ്മുടെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് അത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ലേ. പരിശുദ്ധാത്മാവേ, തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ.
ആത്മാവേ ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. മത്തായി 11 ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: അധ്വാനിക്കുന്നവരോ ഭാരം വഹിക്കുന്നവരോ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, രോഗം, ഭാരം എല്ലാം കർത്താവിൻ്റെ ഭാരം ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, നമ്മളെ ആശ്വസിപ്പിക്കും. ഉള്ള തുറന്ന് പ്രാർത്ഥിക്കുക, കരങ്ങൾ തുറന്ന് പിടിച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. രോഗം, ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ കർത്താവേ, ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സഹായിക്കണേ. സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. കരങ്ങൾ ഉയർത്തി ആത്മാവേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹത്തോടെ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. കർത്താവേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓരോരുത്തരുടെ ആത്മാവ് ജ്വലിക്കട്ടെ, ആത്മാവ് ജ്വലിക്കട്ടെ, ആത്മാവ് ജ്വലിക്കട്ടെ, ആത്മാവ് ജ്വലിക്കട്ടെ, ആത്മാവ് ജ്വലിക്കട്ടെ, ആത്മാവ് ജ്വലിക്കട്ടെ, ആത്മാവ് ജ്വലിക്കട്ടെ. ആത്മാവിന്റെ ആത്മാവേ, എന്റെ ആത്മാവിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഓരോരുത്തരും സ്പർശിക്കണം, ഓരോരുത്തരും സ്പർശിക്കണമേ. ആത്മാവെ ശക്തിപ്പെടുത്തണമേ, ആത്മാവെ ബലം നൽകണമേ, ആത്മാവെ കൃപ നൽകണമേ, ആത്മാവെ കൈവടിയരുത്, വഴി പറഞ്ഞു കൊടുക്കണമേ, നയിക്കണമേ, ബലപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ. കർത്താവേ, ആത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ. സഹായകനായ ആത്മാവേ, ശക്തിപ്പെടുത്തണമേ. ആരാധന, ആരാധന, സ്വയ 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 ആരാധന. പരിശുദ്ധാത്മാവേ, കഴിഞ്ഞകാല ജീവിതത്തെ ഒരുപാട് പരിശുദ്ധാത്മാനെ വേദനിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്, ദുഃഖിപ്പിച്ചിട്ടുണ്ട്, നിർവീര്യമാക്കിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവരെ സന്തത സഹചാരിയായി എൻ്റെ കൂടെ എപ്പോഴും നടക്കണമേ. എൻ്റെ ഉള്ളിൽ വസിക്കണം, എന്നെ നയിക്കണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ബലഹീനതകളിൽ എന്ത് ചെയ്യണം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, പലതരത്തിൽ പല വിധത്തിൽ ബലഹീനതകളിലൂടെ കടന്നു പോകുന്നവര് അല്ലെങ്കിൽ ബലഹീനതയുള്ളവരാണ് നമ്മൾ. ഈ ബലഹീനതകളിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ പരിശ്രമിക്കുന്നവരുമാണ് നമ്മൾ. എൻ്റെ സഹോദരങ്ങളെ, ഒരു ബലഹീനത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ സഹായത്താൽ നമ്മൾ പരിശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ്, നമുക്കൊരു ബലഹീനതയുണ്ടെങ്കിൽ ആ ബലഹീനത നമുക്കുണ്ടെന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കുക. അത് ആദ്യത്തെ പടിയാണ്. 1 Corinthians 4:10, 1 Corinthians chapter 4:10 പൗലോസ്ലീഹ വെളിപ്പെടുത്തുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ ജ്ഞാനികൾ, ഞങ്ങൾ ബലഹീനന്മാർ, നിങ്ങൾ ബലവാന്മാർ. പ്രൈസ് ദ ലോർഡ്. Praise the Lord. പൗലോസ്ലീഹയുടെ ലേഖനം വായിക്കുമ്പോൾ പൗലോസ്ലീഹ തൻ്റെ ബലഹീനതയെ അംഗീകരിക്കുന്ന വിധത്തെക്കുറിച്ചുള്ള വചനഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ വരും.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചില ബലഹീനതകളുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൻ്റെ 41-ാം തിരുവചനം, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ, ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് തന്നെ പറയുകയാണ്, ആത്മാവ് സന്നദ്ധമാണ്, പക്ഷെ ശരീരം വലിക്കും, ശരീരത്തിന് ചില ബലഹീനതകളുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഈശോ ആവശ്യപ്പെടുകയാണ് അപ്പോസ്തലന്മാരോട്, അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട്. ഇൻസിയനോ ജേസു എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നിന്റെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ബലഹീനതകൾ അംഗീകരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, ഒരു പാപവും ബലഹീനതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്ലേ? എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ എഴതിരിച്ച് അങ്ങനെ വേർതിരിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരുന്നു. അപ്പോൾ ശരിക്കും ഉറങ്ങണമെന്ന് ഒട്ടും ആഗ്രഹമില്ല, ശരിക്കും നല്ല ഉണർവോടുകൂടി പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും കോപിക്കണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് വന്നു പോവുകയാണ്. പക്ഷെ പെട്ടെന്ന് പോയി കുമ്പസാരിക്കും, വേഗം പ്രാർത്ഥിക്കും, ക്രമം നിറയും, പക്ഷെ അടുത്ത ഘട്ടത്തിൽ വീണ്ടും അങ്ങനെ തീരുകയാണ്. നേരെ മറിച്ച് കഠിനമായ പാപമെന്ന് പറഞ്ഞാൽ ശരിക്കും അതിനകത്ത് അനുതാപമൊന്നുമില്ല, പിന്നെ അതിനകത്തൊരു ഇതും പശ്ചാത്താപമൊന്നുമില്ല, മറിച്ചും അത് ഇൻറ്റൻഷനലി നമ്മൾ മനഃപൂർവ്വം അതിനകത്ത് തന്നെ മനഃപൂർവ്വമൊക്കെ അങ്ങനെ തുടരുന്ന ഒരു മേഖല. ഒരു കൃത്യമായ ഡെഫിനിഷൻ പറയുകയല്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുക. അപ്പം അങ്ങനത്തെയൊക്കെയുള്ള ചില ബലഹീനതകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങ് നിരാശപ്പെടരുത്, ഒരുപാട് അങ്ങോട്ട് സങ്കടപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനസ്സുകൊണ്ട് ആഗ്രഹമില്ലാതിരുന്നിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ പരിശ്രമിച്ചിട്ടും വീണ്ടും 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 പോകുന്ന ചില ബലഹീനതകളെ കുറിച്ച് നിരാശപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുത്. ഓക്കെ, ദൈവം അനുവദിച്ച അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അത് കർത്താവിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്ക് വീഴുന്നുണ്ട്, എന്നാലും ഞാൻ കർത്താവിനെ ആശ്രയിച്ച് മുന്നോട്ട്, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, അങ്ങനെയുള്ള ബലഹീനത അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. അത് സാരമില്ല, കുഴപ്പമില്ല, വലിയ പാപമൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ച് സൂക്ഷിച്ച് വെക്കാനുള്ള സംഗതി അല്ല. അത് നമുക്ക് രക്ഷപ്പെടണം. നമ്മുടെ ജീവിതത്തിലുള്ള ആ ഒരു ബലഹീനത ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഹെബ്രായ ലേഖനം 4:15 വചനം വെളിപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. അപ്പം ഈശോയെക്കുറിച്ച് വചനം വെളിപ്പെടുന്ന കാര്യം എങ്ങനെയാണ്? പ്രധാന പുരോഹിതനായ അല്ലെങ്കിൽ നമ്മുടെ നിത്യരക്ഷകനായ ഈശോ മിശിഹ നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതപിക്കാത്ത ഒരാളല്ല. അവിടുന്ന് നമ്മളോട് സഹതാപമുണ്ട്, നമ്മളോട് സ്നേഹമുണ്ട്, നമ്മൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന പരിശ്രമിക്കുന്ന കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ ബലഹീനതകൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അത് കർത്താവ് അങ്ങോട്ട് ഏറ്റെടുക്കും. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. അത് പഴയ നിയമത്തിൽ നിന്ന് ഉള്ള ഒരു ഉദ്ധരണിയാണത്. അപ്പോൾ നമ്മളൊരു ബലഹീനത മനസ്സുകൊണ്ട് അംഗീകരിച്ച് അതിനുശേഷം നമ്മളത് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവം കർത്താവ് ആ ബലഹീനത ഏറ്റെടുക്കുകയാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാം. നിന്റെ നേട്ടങ്ങൾ എനിക്ക് സമർപ്പിക്കുന്നതിന് പകരം നിന്റെ ദാരിദ്ര്യവും നിന്റെ ബലഹീനതയും വൻ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള പരാജയവും എനിക്ക് കാഴ്ചവെക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് 1 മണിക്കൂർ നന്നായിട്ട് അങ്ങ് പ്രാർത്ഥിക്കാൻ സാധിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് ഉത്തരവാദിത്വം ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്തു. അപ്പോൾ ഉണ്ടാകുന്ന ആ നേട്ടം ദൈവസന്നിധിയിൽ കാഴ്ചവെക്കണം, വേണ്ടെന്നുള്ളതല്ല. ആ കാഴ്ച വയ്ക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരാജയങ്ങൾ, വീഴ്ചകൾ, ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോയത്, അത് ആകെ അങ്ങോട്ട് നാണക്കേടായി പോയി, അങ്ങനത്തെ അവസ്ഥകൾ, അതുപോലെ തന്നെ നിരന്തരം പ്രാർത്ഥിച്ചിട്ടും പരിശ്രമിച്ചിട്ടും കയറിപ്പോരാൻ പറ്റാത്ത ചില ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ ഒക്കെ ചില ബലഹീനതകൾ, ചില സുഖലോലഭത, അങ്ങനത്തെ ചില അടക്കക്കുറവ്, അങ്ങനത്തെ ബലഹീനതകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി സമർപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? സമർപ്പിച്ചിട്ട് 3-ാമത്തെ ലെവൽ എങ്ങനെയാണ്? ഈശോയിൽ നന്നായിട്ട് ശരണപ്പെടണം. അപ്പോൾ ദൈവത്തിന്റെ ഇടപെടലുണ്ട്. ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിന്റെ 11-ാം തിരുവചനം,
അപ്പോൾ ആസ തൻ്റെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പൊ അവര് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുകയാണ്, ഞങ്ങൾക്ക് വേറെ ഒരു നിർവാഹവും ഇല്ല. അപ്പോൾ ബലഹീനത മനസ്സുകൊണ്ട് അംഗീകരിച്ച് രണ്ടാമതായിട്ട് ആ ബലഹീനത കർത്താവിന്റെ സന്നിധിയിൽ അതിനെ സമർപ്പിക്കുകയാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു കാര്യം നിങ്ങൾ വായിച്ചു കേൾക്കുന്നത് നല്ലതാണ്. എന്റെ കരുണയിൽ ശരണപ്പെടുക, പ്രത്യേകിച്ചും നിന്റെ ബലഹീനതയുടെ വേളകളിൽ. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ കുമ്പസാരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ചെയ്തു തന്നെ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ബലഹീനത വന്നു പോവാണ്. അങ്ങനെ ബലഹീനത വന്നു പോകുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ തന്നെ കർത്താവിൽ ശരണപ്പെടുക. ഈശോയെ എന്ന് പറഞ്ഞ് കർത്താവിൽ ശരണപ്പെടുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ബലഹീനതകൾ നമ്മളിൽ സഹതാപിക്കുന്ന നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. റോമാ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 26-ാം തിരുവചനം, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. 2 കൊരിന്ത്യർ 12:9-10 ആ വചനമുണ്ട്. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. അതായത് പൗലോസ്ലീഹ ദൈവത്തിൽ ശരണപ്പെടുക, ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെ കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പറ്റി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. പൗലോസ്ലീഹായുടെ ബലഹീനതയുടെ മേൽ അത് ദൈവത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവത്തിന്റെ ശക്തി അതിന്മേൽ ആവസിച്ച് പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ വലിയ കൃപയുടെ നിറവുണ്ടാകും. അതാണ് ഞാൻ ബലഹീനനായിരിക്കുന്നതിലാണ് എന്നെ സന്തോഷം, അതിലാണ് ഞാൻ ശക്തി, അതിലാ ദൈവത്തിന്റെ ശക്തി വരുന്ന പറയുന്നതിന്റെ അർത്ഥം അതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. നിങ്ങൾക്കൊരു സാക്ഷ്യം കണ്ടാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അത് നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ലൂക്കാച്ചൻ, കണ്ണൂർ ജില്ലയിൽ ചീക്കാട് നിന്ന് വരുന്നതാണ്. ഞാൻ 22 വയസ്സായ മുതൽ പുകവലി തുടങ്ങിയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കുടിയും തുടങ്ങി. അപ്പോൾ 2018 വട്ടയാച്ചൻ്റെ ധ്യാനം ആലക്കോട് വന്നപ്പം 1 മാസം മുമ്പ് പള്ളിയിലൊക്കെ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു, എല്ലാവരും വരണമെന്നും പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ പോയില്ല. 2ാമത്തെ ദിവസം ഭാര്യ കരഞ്ഞ് ഭാര്യയുടെ കരച്ചിൽ സഹിക്കാൻ മേലായിട്ട് ഞാൻ പോയി. അതായത് ഇങ്ങനത്തെയുള്ള ധ്യാനം, പ്രാർത്ഥന, ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരു സഹോദരനായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ധ്യാനമൊക്കെ നടക്കുന്ന സമയത്ത് ഇതൊക്കെ തട്ടിപ്പാണ്, ഇതിങ്ങനെ അച്ഛന്മാർ പലതും പറയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആദ്യ ദിവസം പോയില്ല, വീട്ടിലിരുന്നു, മുരട്ടി പിടിച്ചിരുന്നു അല്ലേ, മുരട്ടി പിടിച്ച്. അപ്പോൾ എന്ത് ചെയ്തു, ഭാര്യ നല്ല ഭാര്യ, നേരെ പോ സ്വഭാവമുള്ള നല്ല തങ്കപ്പെട്ട ഒരു ഭാര്യ. അതെന്ത് ചെയ്തു, എൻ്റെ ജീവിത പങ്കാളി ഇത്രയും വലിയൊരു ധ്യാനം ഇവിടെ വന്നിട്ട് എൻ്റെ ജീവിത പങ്കാളി കൂടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് പിറ്റേ ദിവസം ആലിച്ചതും കരച്ചിലുമായി. അങ്ങനെ വൈകുന്നേരമായപ്പം മനസ്സോടെയാണ് പോയത്. എന്ന് എന്തെങ്കിലും വരട്ടെ, എന്നാൽ അവിടെ പോയി ഇരുന്നേക്കാം, ധ്യാനത്തിലൊന്നും കിട്ടുന്നില്ല, എന്നാലും അവിടെ പോയി ഇരുന്നേക്കാം എന്ന് പറഞ്ഞ് ഭാര്യയുടെ കണ്ണുനീരൊന്ന് സ്വൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഇരുന്ന്. അപ്പോൾ ചീക്കാടുന്ന് 5 സിഗരറ്റ് മേടിച്ച് കീശ വെച്ച് ഒരെണ്ണം അവിടുന്ന് വലിച്ചു. ഇത് പോണ സമയത്ത്, ധ്യാനത്തിന് പോണ സമയത്തുള്ള തയ്യാറെടുപ്പായി പറയണത്, ഒരു കൊന്തം മേടിച്ച് വെക്കുകയല്ല ചെയ്യണത്, 5 സിസർ മേടിച്ച് അങ്ങോട്ട് വെച്ച്. അപ്പം 8 മണിയായപ്പം ആലക്കോട് നിന്ന് മാറിപ്പോയിട്ട് ഒരെണ്ണം ഞാനിങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് തേർത്തലിയിലുള്ള ഒരു ചേട്ടൻ സിഗരറ്റ് വലിയും മദ്യപാനവും നിർത്തിയത് സാക്ഷ്യം പറയുന്നത്. ആ ആൾ പറയാൻ കാരണം തിരുവിതാംകൂറിലുള്ള ഒരു ചേട്ടൻ ഇങ്ങനെ കുടി നിർത്തി വലിയും. ആ ഭാര്യയുടെ നിർബന്ധം കാരണം ശാലം TV കാണും, കുടിക്കുകയും ചെയ്യും, വലിക്കുകയും ചെയ്യും. അപ്പം ഈ തേർത്തലി ചേട്ടൻ പറഞ്ഞു, അങ്ങനെയാണ് എൻ്റെത് നിർത്തട്ടെ എന്ന്. അപ്പം ഇത് കേട്ടപ്പോൾ ഞാനും പറഞ്ഞു എൻ്റെതും നിർത്തട്ടെ എന്ന്. ഇപ്പം ഇദ്ദേഹം പോയി പുറത്ത് ഒരു 8 മണിയായപ്പോൾ നടുന്ന് നിർത്താൻ വേണ്ടി പോയിട്ട് എന്ത് ചെയ്ത്, പുറത്ത് പോയിട്ട് ആഞ്ഞു വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സിസർ. അപ്പോഴാണ് സ്റ്റേജിൽ തേർത്തലിൽ നിന്നുള്ളൊരു ചേട്ടൻ
അനുഭവ സാക്ഷ്യം പറയാണ്, ഞാനിങ്ങനെ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ ഇങ്ങനെ കർത്താവ് പ്രവർത്തിക്കുകയാണെങ്കിൽ എൻ്റെ പുകവലി മദ്യപാനം നിൽക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു. ഇപ്പോൾ എനിക്ക് വലിക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞ ആ സാക്ഷ്യം തേർത്തലിൽ നിന്നുള്ള ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ ചേട്ടൻ ദൂരെ നിന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ അത് കേട്ട ഉടനെ ചേട്ടൻ്റെ ഉള്ളിൽ തോന്നി, ഞാനും ഒന്ന് പ്രാർത്ഥിക്കും, അങ്ങനെയാണെങ്കിൽ എൻ്റെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. നിൽക്കട്ടെ എന്ന് പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് 3 കീശ ഇരിപ്പുണ്ട്. അപ്പം ബസ് കിടക്കുന്നിടത്ത് പറഞ്ഞാൽ ചെറിയൊരു പാലം കിടക്കണം. അപ്പൊ ഗ്രൗണ്ടിൽ നിന്ന് ഇറക്കിയപ്പം പോലെ പറയുന്നുണ്ട്, എടുത്ത് കളയടാന്നും പറഞ്ഞ് കൈ തന്നെ കീശയിലോട്ട് പൊങ്ങുക. അപ്പൊ അന്ന് കൺവെൻഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഉള്ളിൽ നിന്ന് സ്വരം, ഇനി അത് വേസ്റ്റ്, അത് വേണ്ട, അതെടുത്ത് കള എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് കൈ താക്കാൻ പറ്റുന്നില്ല. ഈ കൈ നിന്നിങ്ങനെ പരിശുദ്ധാത്മാവിന് കൈ ഉയർത്തി അത് എടുക്കുന്ന പറഞ്ഞിങ്ങനെ നിർബന്ധിക്കുക. അപ്പൊ പാലത്തെ കയറിയിട്ട് അതെടുത്ത് ഞാൻ വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചു. പാലത്തെ കയറി കഴിഞ്ഞപ്പോൾ ഒരു സ്വാഗതത്തിന് കിട്ടി, അതെടുത്ത് കുടിച്ച് വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട്. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ 1.5 ലിറ്റർ ബ്രാൻഡ് വീട്ടിൽ ഇരിപ്പുണ്ട്. 1.5 ലിറ്റർ ബ്രാൻഡ് വേറെ ഇരിക്കുകയാണ്. പിന്നെ അത് കൈകൊണ്ട് തൊട്ടിട്ടുമില്ല, അത് കുടിച്ചില്ല, അതൊന്നും കുടിച്ചില്ല, തൊട്ടിട്ടില്ല കൈകൊണ്ട്. ദൈവമേ, ആ ബ്രാൻഡി കാണുമ്പോ ഉണ്ടല്ലോ ഏതോ തോന്നുകയാണ്. അതിനെ കൈകൊണ്ട് തൊടാൻ പോലെ തോന്നില്ല. അതിനെ നിർമ്മാർജ്ജനം ചെയ്ത് 5 വർഷമായി ഇതുവരെ ഈ 2 സാധനം കൈകൊണ്ട് തൊട്ടിട്ടുമില്ല. ഒരിക്കൽ പോലും പിന്നെ ഒരു താല്പര്യമില്ല ഇതിന്. ഒരിക്കൽ പോലും മദ്യപിച്ചിട്ടുമില്ല, പുകവലിച്ചിട്ടുമില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ അതിനോട് ഒട്ടും താല്പര്യം തോന്നണില്ല. ഒട്ടും അല്ലേ? ഇല്ല, അത് പിന്നെ ഇല്ല. 5 വർഷത്തിലധികമായി. ഇത് എത്ര വർഷമായുള്ള മദ്യപാനായിരുന്നു? 22 വയസ്സ് തുടങ്ങിയതാ. 22 വയസ്സല്ലേ? ധ്യാനം അനൗൺസ് ചെയ്തപ്പോൾ ഈ ചേട്ടന്റെ ഭാര്യ 1 മാസം മുന്നേ തുടങ്ങി കണ്ണുനീര്. ഈ ചേട്ടൻ പറഞ്ഞു, എന്റെ ഈ ധ്യാനം എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ധ്യാനത്തിനൊന്ന് പോ, എങ്ങനെയെങ്കിലും ഈ ധ്യാനത്തിനൊന്ന് പോ. ആദ്യത്തെ ദിവസം പോയില്ല. ആ കണ്ണീരോട് ആ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ ചേട്ടൻ ആ ചേച്ചിയുടെ കരച്ചിലെങ്കിലും നിൽക്കാൻ വേണ്ടി ധ്യാനത്തിന് ചെന്നതാ. അപ്പോഴാണ് അവിടെ ഈ പോക്കറ്റില് സിഗരറ്റും വെച്ച് ചെന്ന് കണ്ടപ്പോ ഈ കാഴ്ച. 1 വലിച്ചു, 2ാമത് വലിക്കുക 8 മണിക്ക് എന്നപ്പോഴാണ് ഈ സാക്ഷ്യം കേട്ടത്. ആ സാക്ഷ്യം കേട്ടപ്പോ തന്നെ പറഞ്ഞു, ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥന. ശരിക്കും അതാണ് ആത്മാവ് നെടുവീർപ്പുകളാൽ ദൈവസന്നിധി പ്രാർത്ഥിക്കും. അപ്പൊ ശരിക്കും അദ്ദേഹത്തിന് പുകവലി നിർത്തണമെന്നാകില്ല. നല്ലത് കേട്ടപ്പോ പെട്ടെന്ന് ആത്മാവ്. പുകവലിയുടെ ഒപ്പം തന്നെ മദ്യപാനം ഉണ്ട്. 22 വയസ്സിൽ തുടങ്ങിയതാ. എത്ര വർഷം മദ്യപിച്ചു? 46 വർഷമായി. 46 വർഷം പുകവലിച്ചും മദ്യപിച്ചും അങ്ങനെ ദൈവത്തിൽ നിന്നും ജീവൻ നഷ്ടപ്പെട്ട്, ദൈവിക ജീവൻ നഷ്ടപ്പെട്ട്, വരപ്രസാദം നഷ്ടപ്പെട്ട്, പ്രാർത്ഥനയിൽ നിന്ന് അകന്ന്, ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ട്, അങ്ങനെ ഒരു 100 ആടുകളിൽ നഷ്ടപ്പെട്ടു പോയ ഒരാടുണ്ടായിരുന്നില്ല, അതേപോലെ നഷ്ടപ്പെട്ട ഒരാടായി ഇങ്ങനെ ഏകാന്തതയിലും വിജനപ്രദേശത്തുമായിരുന്നു. ധ്യാനത്തിന് പോരുമ്പോ ഈ 1.5 ലിറ്റർ കുപ്പി കണ്ടിട്ട് പോന്നേക്കണം. വന്നാ അടിക്കാം. ആ കുപ്പീനെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, വന്നിട്ട് അടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പോന്ന ആളാണ്. തിരിച്ച് എന്നിട്ട് പിന്നെ അതിനെ കണ്ട പരിചയമില്ല, അതിനടുത്ത് വലിച്ച് കാട്ടിക്കളഞ്ഞു. പിന്നെ ഇന്ന് വരെ മദ്യപാനവും ഇല്ല, പുകവലിയില്ല. 68 വയസ്സായ ചേട്ടന്. ശരിക്കും 68 വയസ്സായി. ഇപ്പൊ ഹാപ്പിയാണോ? അല്ലേ? ഒരു വിഷയമില്ല. മദ്യപിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഹാപ്പി, നല്ല സന്തോഷം അല്ലേ? പ്രാർത്ഥിക്കാനും ധ്യാനത്തിനൊക്കെ പോകാൻ ഇഷ്ടമല്ലേ? ഇപ്പൊ ധ്യാനത്തിന് പോകും, പള്ളിയിൽ എല്ലാ കാര്യങ്ങൾക്കും ആക്റ്റീവായിട്ട് നിൽക്കും. പണ്ട് പള്ളിയിലൊക്കെ പോകാനൊക്കെ തടസ്സമാണ്, കുർബാനയ്ക്കൊക്കെ പോകാൻ ചിലപ്പോഴൊക്കെ അല്ലേ? അത് പിന്നെ നിർബന്ധിച്ചാലേ പോകുന്ന. പണ്ട് കാലത്ത് നിർബന്ധിച്ചാൽ ക്രിസ്മസിനോ ഈസ്റ്ററിനോ അല്ല ആണ്ടുവട്ടത്തിലൊക്കെ അല്ലേ സിഗരറ്റൊക്കെ വലിച്ചിട്ട് ഇങ്ങനെ ഒട്ടിപ്പോയതായിരുന്നു. സിഗരറ്റ് വലിച്ചിട്ട് എന്നെ മുഖം ഒട്ടുകയും ചെയ്ത് ചൊടി അങ്ങ് കരിവാളിച്ച് വന്നതാ, കറുത്ത്. ദൈവമേ, ഈ ചുണ്ടൽ ഈ ഇതൊക്കെ ചൊട്ടിപ്പോയി, എന്ത് മുഖം അങ്ങോട്ട് ചൊട്ടിപ്പോയി. കരി ഇതിൻ്റെ പുകയിൽ അങ്ങോട്ട് വന്നിട്ട് പുക വലിച്ച് നിക്കോട്ടിനും അടിച്ച് ചുണ്ട് കാലിൻ്റെ വിരലൊക്കെ കരിവാളിച്ച് ഇതാകണ കണ്ടിട്ടുണ്ട്. അതുപോലെ ചുണ്ടും കരിവാളിച്ച്, മുഖവും കരിവാളിച്ച്, അല്ലേ? സന്തോഷവും പോയി, ആത്മാവും കരിവാളിച്ച്. ഞാനും ഭാര്യയും കൂടെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഭാര്യ ഓടി മുമ്പിൽ കയറും, കാരണം ഭാര്യയ്ക്ക് മണം കേട്ടുകൂടാ. ഇത് അങ്ങനത്തെ ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഭാര്യ 46 വർഷം ഇതെല്ലാം സഹിച്ച് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത്ഭുതകരമായി രക്ഷിച്ച്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പറഞ്ഞ വചനങ്ങളെല്ലാം ഒറ്റ സാക്ഷ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ആ ചേട്ടൻ്റെ ആ ഒരു പ്രത്യേക പ്രശ്നം അംഗീകരിച്ചു. എന്നിട്ട് അത് ദൈവസേന സമർപ്പിച്ചു. ആ സമർപ്പിച്ചതിൻ്റെ തെളിവാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇത് മാറിപ്പോകട്ടെ. പട്ടാച്ചത് ആവർത്തിച്ച് പറഞ്ഞു, ദൈവത്തിൽ അങ്ങോട്ട് ശരണപ്പെട്ട്
അപ്പൊ നോക്കിയേ, പിന്നെ ദൈവാത്മാവ് തന്നെ പോക്കറ്റ് കൈയിടുന്നു, അല്ലേ, അത് എടുത്ത് കളയിക്കുന്നു. പിന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, വീട്ടിൽ ചെല്ലുന്നു, അത് എടുത്ത് നോക്കുക, ചിന്തിച്ച് നോക്കിയ ദൈവാത്മാവ് തന്നെ നയിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കുള്ള ബലഹീനത എന്ത് തന്നെയാണെങ്കിലും ശരി, അത് നമ്മളങ്ങ് അംഗീകരിച്ച് അത് ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൽ ശരണപ്പെട്ടാൽ ദൈവം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അപ്പോൾ ബലഹീനതകളിൽ ഈ ദൈവത്തിൻ്റെ ശക്തി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് ബലഹീനതയൊക്കെ പ്രതി ഞാൻ പ്രശംസിക്കുകയാണെന്ന് പറയുമ്പോൾ എനിക്കിങ്ങനെ ബലഹീനത ഉണ്ട് ടോപ്പ് എന്ന് പറഞ്ഞ് നടക്കല്ല. അത് ദൈവത്തിൻ്റെ ഉള്ള വലിയ ശരണത്തിൻ്റെ ഒരു സെന്റൻസ് ആണത്. ഹെബ്രായ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 32-ാം തിരുവചനം 34-ാം തിരുവചനവും കൂടുതലായി എന്താണ് ഞാൻ പറയേണ്ടത്? ഗിദയോൻ, ബാറക്, സാംസൺ, ജഫ്ത, ദാവീദ്, സാമുവേൽ ഇവരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ. അഗ്നിയുടെ ശക്തി കെടുത്തി അവര് വാളിന്റെ വായത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെയോ ബലഹീനതയിൽ നിന്ന് ശക്തി ആർജിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പൊ ഈ പറയുന്ന കഥാപാത്രങ്ങൾ പലർക്കും പല ബലഹീനതയുണ്ട് എന്ന് വചനഭാഗം വായിച്ചുള്ളവർക്കറിയാം. ഓരോ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ എഴുതി നോക്കി കഴിയുമ്പോഴും അവർക്ക് ചെറിയ ചെറിയ ബലഹീനതകൾ ഉണ്ടായിരുന്നു. ഭയങ്കര വലിയ പാപത്തെക്കാൾ ചില ബലഹീനതകളുണ്ടായിരുന്നു. അവർ ആ ബലഹീനത ദൈവത്തിന് സമർപ്പിച്ച് അംഗീകരിച്ച് സമർപ്പിച്ച് ശരണപ്പെട്ട് ആശ്രയിച്ച് ദൈവത്തിന് കൃപ നട്ടി വിശുദ്ധാത്മാക്കളായിട്ട് മാറി. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ 11 വചനം പഠിപ്പിക്കുന്നത് നമുക്ക് അങ്ങനത്തെ ഉള്ള വിശുദ്ധരുടെ വൻ നിരയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വിശുദ്ധനാകാൻ പറ്റും, ഒരു വിശുദ്ധയാകാൻ പറ്റും. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ബലഹീനതകളെ കുറിച്ച് നിരാശപ്പെടരുത്. ഈ പറയുന്ന വഴികളിലൂടെ എല്ലാം ഒരു വിശുദ്ധയാകാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. ആമേൻ, ആമേൻ. കർത്താവ് വെളിപ്പെടുത്തിയ വചനം നമുക്ക് ഓർക്കാം. നമ്മുടെ ബലഹീനതകളെ നമ്മളോട് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. അവിടുന്ന് നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മുടെ എല്ലാ ബലഹീനതകളും അവിടുന്ന് സ്വശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി പാപപരിഹാര ബലിയായി. അത് നമ്മൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിച്ച് ഒരു നവമായ ജീവിതം നയിക്കേണ്ടതിനാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ പാപങ്ങൾ, നമ്മുടെ തഴക്കദോഷങ്ങൾ, ബലഹീനതകൾ, ഒരുപാട് പരിശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മാറാത്ത അവസ്ഥകൾ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമേ അത് മനസ്സുകൊണ്ട് അംഗീകരിച്ച് സമർപ്പിക്കുകയാണ്. ഈശോയ്ക്ക് അത് കൊടുക്കുകയാണ്. എന്നിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവ് കൃപ തരും, കർത്താവ് ശക്തി തരും. എത്രയോ ജീവിതങ്ങളെ അവിടുന്ന് ഉയർപ്പിച്ച ദൈവമാണ്. അവിടുന്ന് മരിച്ചിട്ട് 4 ദിവസമായ അടക്കിയ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ ചെന്ന് ലാസറിനെ പുറത്തേക്ക് വരിക എന്ന് അരുളി ചെയ്ത് ലാസറിനെ ഉയർപ്പിച്ച് ജീവിക്കുന്ന ദൈവമാണിത്. കർത്താവേ, ഞങ്ങൾ അങ്ങനെ ശരണപ്പെടും, ഞങ്ങൾ ആശ്രയിക്കുന്നു. എല്ലാ ബലഹീനത എപ്പോഴും സമർപ്പിക്കുകയാണ്. എല്ലാ പോരായ്മകളും കുറവുകളും എപ്പോഴും സമർപ്പിക്കുകയാണ്. ബലഹീനതകൾ ദൈവത്തിന്റെ ശക്തി എന്നറിയും. വിശുദ്ധാത്മാക്കളെല്ലാം അങ്ങനെയാണ് അതിജീവിച്ച് പോകുന്നത്. ഒരുപക്ഷെ കുറ്റം പറയുന്ന പ്രകൃതമാകാം, വിധിക്കുന്ന പ്രകൃതമാകാം, അല്ലെങ്കിൽ അധികഠിനമായ ചില പാപത്തിന്റെ മേഖലകളാകാം. എല്ലാം സമർപ്പിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി നന്നായി സ്തുതിച്ച് നമ്മുടെ വേദനകൾ, വിഷമങ്ങൾ, ബലഹീനതകൾ, രോഗങ്ങൾ, പീഡകൾ, തഴക്ക ദോഷങ്ങൾ, മദ്യപാനം, പുകവലി, ശരീരത്തിന്റെ തഴക്ക ദോഷങ്ങൾ, സ്വയംഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരം, ആസക്തികൾ എല്ലാം സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കലുഷിതമാമൻ പഴയ മനുഷ്യനെ ദൂരെയേറിയു ദൈവത്തിൻ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയൊരു മനുഷ്യനായി ജനിപ്പിക്കൂ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, സ്വന്തം കഴിവുകൊണ്ട് നടക്കുന്നതല്ല, ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. കർത്താവേ, ഈ ആശീർവാദത്തിന്റെ സമയത്ത് അവിടുന്ന് അത്ഭുതകരമായി കരം നീട്ടണമേ.
കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ, യേശുവേ. ശരീരത്തിന്റെ തഴക്ക ദോഷങ്ങൾ, നാളുകളായിട്ട് മദ്യപാനം, പുകവലി, കർത്താവെ ചെടിക പാപങ്ങള്, അടിമത്തങ്ങൾ യേശുവിന്റെ ശക്തിയാൽ വിട്ടൊഴിഞ്ഞ് വിടുതൽ പ്രാപിച്ചു.